സർക്കാർ ആശുപത്രികളുടെ പേര് കേന്ദ്രം നിർദ്ദേശിച്ചതുപോലെ മാറ്റില്ല എന്ന ആരോഗ്യവകുപ്പ്. പകരം നിലവിലെ ആശുപത്രികളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ചേർക്കും. ആരോഗ്യം പരമധനം എന്നത് ടാഗ്ലൈനായി ഉപയോഗിക്കും. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, അങ്ങനെ ഈ ആശുപത്രികളുടെ പേര് പൂർണ്ണമായും മാറ്റില്ല, കേന്ദ്രം നിർദ്ദേശിച്ചതുപോലെ മാറ്റില്ല, പക്ഷേ പകരം പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ചേർക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്ന് മുതലാണ് ഇത് നടപ്പാവുക? സേതുലക്ഷ്മി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളുടെ പേര് മാറ്റും എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിൽ വിശദീകരണവുമായി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്തെത്തിയത്. അതിൽ പ്രധാനമായും പറയുന്നത്, ബ്രാൻഡിങ്ങിനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ആരോഗ്യം പരമം ധനം എന്നീ ടാഗ് ലൈനുകൾ ആശുപത്രികളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ആശുപത്രികളുടെ പേര് മാറ്റുന്നു എന്ന തരത്തിൽ പ്രചരിക്കാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയെ അതേ പേരുകളിൽ തന്നെ, ഇപ്പോഴെങ്ങനെയാണോ ഉള്ളത് അതേ പേരുകളിൽ തന്നെ അറിയപ്പെടും. അതേ പേരുകൾ ഈ സ്ഥാപനങ്ങളിൽ, ഈ ആശുപത്രികളിൽ അങ്ങനെ തന്നെ തുടരും. അതിനോടൊപ്പം തന്നെ കേന്ദ്രം നിഷ്കർഷിച്ച ഈ ടാഗ് ലൈനുകൾ പ്രത്യേക വലിപ്പത്തിൽ, അത് കേന്ദ്രത്തിന്റെ മാനദണ്ഡം അത് ഉണ്ട്, അതനുസരിച്ചുള്ള വലിപ്പത്തിൽ കൂടിച്ചേർക്കും എന്ന ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. 26-ാം തീയതി ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവാണ് ഇത്തരത്തിൽ പേര് മാറ്റാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ പേര് മാറ്റുന്നു എന്ന തരത്തിലുള്ള പ്രചാരണത്തിന് വഴിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വിശദീകരണം ഉണ്ടാകുന്നത്. ആശുപത്രികളുടെ പേര് മാറ്റില്ല എന്ന് നേരത്തെ മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രം നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേര് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഉപയോഗിക്കില്ല, നിലവിലെ പേര് അതുപോലെ തന്നെ തുടരും, അത് ഒരു കാരണവശാലും ഉപയോഗിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ് തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായും ആ നിലപാട് സർക്കാർ തുടരും. പക്ഷേ ഈ ടാഗ് ലൈൻ ഇപ്പോൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഈ മാനദണ്ഡം അനുസരിച്ചാൽ മാത്രമേ കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭ്യമാകുകയുള്ളൂ, ഇല്ലെങ്കിൽ ഫണ്ട് കേന്ദ്രം നൽകില്ല. അതുകൊണ്ടാണ് ഈ NHM ഫണ്ട് അനുവദിക്കാത്തതോടെ ആരോഗ്യവകുപ്പ് വഴങ്ങുകയായിരുന്നു കേന്ദ്രത്തിനൊപ്പം, അല്ലേ? ഈ മാനദണ്ഡം അത് കൃത്യമായി പാലിക്കണം എന്ന് കേന്ദ്രം കേരളത്തെ അറിയിച്ചിരുന്നു. നേരത്തെ കേരളം ഈ നിലപാട് വ്യക്തമാക്കിയ സമയത്തും ഫണ്ട് അനുവദിക്കാൻ ഈ മാനദണ്ഡം അത് പാലിച്ചേ മതിയാകൂ എന്ന് കേന്ദ്രം കർക്കശ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ആ കർക്കശ നിലപാടിനാണ് ഇപ്പോൾ സംസ്ഥാനം പൂർണ്ണമായി അല്ലെങ്കിൽ കൂടി ഭാഗികമായി വഴങ്ങിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ടാഗ് ലൈനുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതേസമയം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പേര് മാറ്റുകയുമില്ല. പകരം ഒരു പ്രത്യേക വലിപ്പത്തിൽ ഈ പേരുകൾ കൂടി അതിൽ ഉൾപ്പെടുത്തും. അത് ഉൾപ്പെടുത്തിയില്ല എങ്കിൽ സ്വാഭാവികമായും കേന്ദ്രം നിഷ്കർഷിക്കുന്ന ആ മാനദണ്ഡം അനുസരിച്ച് സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട ഫണ്ട് അത് കേന്ദ്രം നൽകില്ല, തടഞ്ഞു വെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പേര് കൂടി ഉൾപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പേര് മാറ്റുന്നു എന്ന തരത്തിലേക്ക് പ്രചരിക്കുകയായിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഒരു തരത്തിലും ഇത്തരത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പേര് മാറ്റില്ല എന്ന വിശദീകരണവുമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ശരി ചന്തു, അങ്ങനെ പേര് മാറ്റത്തിൽ കേന്ദ്രത്തിന് വഴങ്ങിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സർക്കാർ ആശുപത്രികൾ ഇനി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് മാറ്റും. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.